ഹലോ എല്ലാവർക്കും പവിത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് നമ്മുടെ വേദയുടെ വിക്രമിന്റെ വിശേഷം അറിയാൻ വേണ്ടി. അപ്പൊ എന്തായാലും ഞാൻ വൈകിപ്പിക്കുന്നില്ല, പിന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ വേദ നമ്മുടെ വിക്രത്തിന്റെ മുറിയിൽ കയറി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന്റെ ഫോൺ അവിടെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഫോണിൽ പെട്ടെന്ന് മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിക്രം നമ്മുടെ വേദ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു വോയിസ് മെസ്സേജ് ആയിരിക്കും ആദ്യം, മറ്റേ രാഷ്ട്രീയക്കാരുടെ ആയിരിക്കും. അപ്പൊ അതിലിങ്ങനെ വോയിസ് മെസ്സേജ് വന്നേക്കണത് ആ ഒരു പട്ടയ വിതരണത്തിന്റെ പോസ്റ്റർ അടിക്കുന്നുണ്ട്. നിന്റെ ശ്രീനി സാറിന്റെ ഫോട്ടോ വെച്ചാണ് ആ ഒരു പോസ്റ്റർ അടിക്കുന്നത്. നീ അതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് തിരിച്ചയക്കാൻ വേണ്ടിയായിരിക്കും ആ ഒരു വോയിസ് മെസ്സേജും ആ ഒരു പോസ്റ്ററിന്റെ ആ ഒരു മോഡലും ആ ഒരു ഫോട്ടോ നമ്മുടെ വാട്സാപ്പിൽ നമ്മുടെ വിക്രത്തിന്റെ അയച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ വേദം നോക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന്റെ ഫോട്ടോ അടിയിലുണ്ട്, നമ്മുടെ ശ്രീനി സാറിന്റെ ഫോട്ടോ വലുതാക്കി പൊക്കത്തും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേദ അതിൽ എന്തൊക്കെയോ തിരുത്തലുകൾ തിരിച്ചയക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ വിക്രത്തിന്റെ കൂടെ നമ്മുടെ വേദയുടെ ഫോട്ടോയും കൂടി എഡിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് തിരിച്ചയക്കുന്നത്. അപ്പൊ വിക്രം പെട്ടെന്ന് വരുമ്പോൾ നമ്മുടെ വേദ നമ്മുടെ വിക്രത്തിന്റെ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്കെന്താണ് ഇവിടെ കാര്യം, നീ എന്തിനാ എന്റെ ഫോൺ എടുത്ത് കളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വേദ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ എന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നതെന്ന് ചോദിച്ചിങ്ങനെ വേദ ഇങ്ങനെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു നിമിഷങ്ങൾ കേട്ടോ. അപ്പൊ നമ്മുടെ വിക്രം പതുക്കെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. എന്തായാലും നല്ല രസമുള്ള ഒരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ വേദ ഇങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുകയും നമ്മുടെ വിക്രമാണെങ്കിൽ പേടിച്ച് ബാക്കിലോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രംഗങ്ങൾ എന്തായാലും അടിപൊളിയാട്ടോ. എന്തായാലും നമുക്കൊന്നത് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പുറത്താണെങ്കിൽ മറിച്ച് നമ്മുടെ പോസ്റ്ററൊക്കെ ഭയങ്കര വലിയ സൈസിൽ ഇങ്ങനെ അടിച്ച് റോഡിലെ പല സ്ഥലത്തും വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ രാധ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോസ്റ്ററിൽ നോക്കി ഇങ്ങനെ ഞെട്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വിക്രത്തിന്റെ കൂടെ നമ്മുടെ വേദയുടെ ഫോട്ടോയും കൂടി. അങ്ങനത്തെ കുറച്ച് രംഗങ്ങളാണ്. ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ വേദയുടെ വീട്ടുകാർ ഇതിനെതിരെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? അവരെങ്ങനെയെങ്കിലും വേദയെ തിരിച്ചു കൊണ്ടുവന്ന് ഈ നാണക്കേട് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ വേദ അത് നാട്ടുകാരെ മൊത്തം അറിയിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണാം ഇനി എന്തൊക്കെയാകും വരാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.